Christ in you, Christ in you, Christ in you. യുവജനമേ ഉണരൂ, നവഗണമായുയരൂ, യേശുവിൻ തിരുമാറിൽ ചേർന്ന് സ്നേഹം നുകർന്നിടൂ. യുവജനമേ ഉണരൂ, ആത്മാവിൽ ഉയരൂ, വരദാന ഫലത്തിൻ വർണ്ണ കൊടികൾ പാരിൽ ഉയർത്തിടൂ. രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞൊരുങ്ങണം, നീതിയുടെ കവചം ധരിച്ചു പോരിനൊരുങ്ങണം, വചനമീതി തലവാഴെടുത്തിടണം, തന്നെ ജയിക്കാം വിശ്വാസ പരിചയ യുദ്ധവീരൻ യേശുവിൻ കൂടെ അണിചേർന്നിടണം. Christ in you, Christ in you, Christ in you. Christ in youth. ഹലോ, ഹായ്, വെൽക്കം ടു ക്രൈസ്റ്റ് ഇൻ യൂത്ത്. ഇറ്റലിയിലെ മാറ്റർ ദോമിനി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം, ആരാലും അറിയപ്പെടാതെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കുഞ്ഞു ഗ്രാമം. അവിടെ ഒരു ചെറുപ്പക്കാരൻ, തയ്യൽക്കാരനായ ചെറുപ്പക്കാരൻ ജെറാർഡ് മജല്ല. അവൻ തൻ്റെ ഇടവകയിൽ നടന്ന ഒരു ധ്യാനത്തോടുകൂടി, ഒരു ദിവ്യരക്ഷക സഭാ ധ്യാനത്തോടുകൂടി അയാൾ തൻ്റെ മുറിയിൽ ഒരു കത്തെഴുതി വെച്ചിട്ട് ഇങ്ങനെ ജനൽ വഴി പുറത്തു ചാടി, അമ്മേ, ഞാൻ ഒരു വിശുദ്ധനാകാൻ പോവുകയാണ്. കാരണം അമ്മ തൻ്റെ തീരുമാനത്തെ സമ്മതിക്കില്ല എന്നുള്ള കാര്യം ജെറാർഡിന് ഉറപ്പായിരുന്നു. അങ്ങനെ കേവലം 29 വർഷക്കാലം മാത്രം ജീവിച്ച് ലോകത്തിൻ്റെ നെറുകയിലേക്ക് മാറ്റർ ദോമിനി എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തെ ഉയർത്തിക്കൊടുത്തു. ഇന്ന് ഇറ്റലിയിൽ മാറ്റർ ദോമിനി എന്ന് പറയുന്ന സ്ഥലം അറിയപ്പെടുന്നത് ഇങ്ങനെ വിശുദ്ധിക്ക് വേണ്ടി കൊതിച്ച ഒരു ചെറുപ്പക്കാരനിലൂടെയായിരുന്നു, വിശുദ്ധ ജെറാർഡ് മജല്ല. അങ്ങനെ വിശുദ്ധിക്ക് വേണ്ടി യത്നിക്കുന്ന ഒരു പറ്റം യുവജനങ്ങളാണ് ഇന്ന് നമ്മോടൊപ്പം ക്രൈസ്റ്റ് ഇൻ യൂത്തിലുള്ളത്. ലെറ്റ്സ് വെൽക്കം ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലെ അബൈഡ് യൂത്ത് മിനിസ്ട്രി ടീം ഓൺ. Christ in youth. यीशु है कैसा कुमार भैया, यीशु है कैसा कुमार, यीशु है कैसा कुमार भैया, यीशु है कैसा कुमार. ला 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 लड़का बनाया, लड़की बनाई, जैसा बनाया अच्छा बनाया, जैसा बनाया अच्छा बनाया. ला ला ला
Christ in youth. സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങൾക്ക് അങ്ങയുടെ വചനം കാതോർത്ത് ഗ്രഹിക്കുവാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അവസരം തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഈ വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ വേരൂന്നി വിത്തായി മുളയ്ക്കുവാൻ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് പരിവർത്തനം ചെയ്യണമേ. ഇതാ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ വചനം കാതോർത്ത് ഗ്രഹിക്കുവാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയത ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവർത്തികളുമാണ്. ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങളോട് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും ആകാതിരിക്കട്ടെ. ഈശോയെ, അങ്ങയുടെ വചനം ഇപ്രകാരം പറഞ്ഞല്ലോ. ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുകയുണ്ടായി, ഹിസോപ്പ് കൊണ്ട് എന്നെ പൗത്രീകരിക്കണമേ, ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകണമേ, ഞാൻ വെണ്മയുള്ളവനാകും. കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിറയപ്പെടുമ്പോഴും ഈ സ്നേഹം ഗാനത്തോട് ചേർന്ന് ഞങ്ങൾ അങ്ങയുടെ കൂടെ ആയിരുന്നുകൊണ്ട്, അങ്ങയുടെ സ്നേഹം അനുഭവിച്ചുകൊണ്ട്, വിശുദ്ധിയിൽ വളർന്നുകൊണ്ട് ഞങ്ങൾ ഈ ഗാനം ആലപിക്കുക. ദൈവമേ, ഞങ്ങളെ വിശുദ്ധി കൊണ്ട് നിറച്ച് വെണ്മയുള്ളവനാക്കണമേ. അങ്ങേഹത്തിനിണങ്ങിയപ്പോൾ വെണ്മയുള്ളതാക്കണേ. യേശുവേ, എൻ്റെ ആത്മാവിനെ അങ്ങേഹത്തിനിണങ്ങിയപ്പോൾ വെണ്മയുള്ളതാക്കണേ. യേശുവേ, എൻ്റെ ആത്മാവിനെ അങ്ങേഹത്തിനിണങ്ങിയപ്പോൾ വെണ്മയുള്ളതാക്കണേ.
ഈശോയെ, അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ വിശുദ്ധീകരണമാണ് അങ്ങ് അഭിലഷിക്കുന്നത്. ഈശോയെ, ഞങ്ങളിലുള്ള എല്ലാ അശുദ്ധിയും എല്ലാവിധ ദുർമോഹങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ മേലുള്ള എല്ലാ അശുദ്ധിയും ഈശോയെ ചാമ്പലാക്കണേ. പ്രിയനേ യേശുവേ രക്ഷകാ, എൻ പ്രിയനേ യേശുവേ രക്ഷകാ, നിൻ കരമെൻ മേൽ വയ്ക്കാം, ശുദ്ധി ചെയ്യണേ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാമ്പലാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം സാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ആ സ്നേഹത്തിലേക്ക് വലിച്ചെടുപ്പിക്കുന്നത് ഒരു കാന്തിക വലയം പോലെയാണ്. അങ്ങനെ ക്രിസ്തുവിനെ അറിഞ്ഞ് ആ സ്നേഹത്തിൽ നിന്ന് വേർപെടാതെ നിൽക്കാൻ പരിശ്രമിക്കുന്നവരാണ് യൂത്ത് ഐക്കണുകൾ. ഇന്ന് നമ്മോടൊത്ത് ക്രിസ്തുവിനെ അറിഞ്ഞതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാൻ എത്തുക അലീനയാണ്. വെൽക്കം അലീന. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് അലീന. ഞാൻ അബാഡ് 71 പങ്കെടുത്ത് ഇപ്പോൾ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ പ്രേക്ഷിതവേല ചെയ്യുകയാണ്. ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് ഞാൻ ധ്യാനത്തിലേക്ക് കടന്നു വരുന്നത്. എൻ്റെ ലൈഫിൽ ശരിക്കും ഏറ്റവും ഡൗൺ ആയിട്ടുള്ള സമയങ്ങളിലാണ് ഞാൻ വന്നത്. ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സുകൊണ്ട് ധ്യാനത്തിൽ പങ്കെടുക്കണമെന്ന് വിചാരിച്ച ഒരാളല്ല. പക്ഷേ ശരിക്കും എൻ്റെ അവസ്ഥ എന്നെക്കാളും നന്നായിട്ട് കർത്താവ് മനസ്സിലാക്കി കർത്താവ് എന്നെ കൈകൾ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നതാണ്. കാരണം ധ്യാനത്തിന് വരണമെന്ന് ചിന്തിക്കുന്ന തലേ ദിവസം പോലും ഞാൻ വരാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. പക്ഷേ പെട്ടെന്നൊരു പ്രചോദനം തോന്നി ഞാൻ ധ്യാനത്തിലേക്ക് വന്നു. എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് എക്സാംസ് ഫെയിലായി. ഞാൻ ഡിഗ്രിയുടെ കുറേ എക്സാംസ് ഫെയിലായി. അതുപോലെ ലൈഫിലായാലും ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നും അതുപോലെ ഫാമിലിയിൽ നിന്നായാലും ഒരുപാട് സങ്കടങ്ങളുണ്ടാകുന്ന സമയങ്ങളാണ് കർത്താവ് എന്നെ കറക്റ്റായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ധ്യാനത്തിന് ഞാൻ താല്പര്യമില്ലാതെയാണ് വരുന്നത്. വന്ന ആദ്യ ദിവസങ്ങളായാലും എനിക്ക് ഒട്ടും അവിടെ ഇരുന്ന് ഒന്നും കേൾക്കാനൊന്നും സാധിക്കുന്നില്ല. എനിക്ക് ഈശോനോട്ട് ഒട്ടും അടുപ്പം ഉണ്ടായിരുന്നില്ല ധ്യാനം കൂടുന്നതിന് മുൻപ്. അപ്പോൾ ഞാൻ ധ്യാനത്തിലിരിക്കുമ്പോൾ എനിക്ക് അവിടെ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യ ദിവസങ്ങളിൽ ആരാധനയുടെ സമയത്ത് ഒരുപാട് പേര് വന്ന് ഈശോനെക്കുറിച്ച് സാക്ഷ്യം പറയാം. അവർ ഈശോനെ കണ്ട അനുഭവങ്ങളും അതുപോലെ ഈശോ അവർക്ക് കൊടുത്ത ഓരോ രോഗസൗഖ്യങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോഴാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഈശോ അങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ളൊരു ഒരു ചെറിയ വിശ്വാസം കിട്ടി. ഞാനപ്പോൾ അങ്ങനെ വലിയ ദാഹത്തോടെ ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്ക് നിന്നെ വിശ്വസിക്കാനായിട്ട് ഒന്നും എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല, എനിക്ക് നിന്നോടൊരു അടുപ്പം വ്യക്തിപരമായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് അതിനൊരു വിശ്വാസം എന്ന നിലയിൽ എൻ്റെ ഒരു രോഗം സുഖപ്പെടുത്താൻ ഈശോയോട് ഞാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ശരിക്കും ആരാധനയുടെ സമയത്ത് ഭയങ്കര മിറാക്കിളായിട്ട് എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് വർഷങ്ങളോളം ഉണ്ടായിരുന്ന എൻ്റെ അസുഖം ഈശോ എടുത്തു മാറ്റി.
ശരിക്കും ആ സമയത്താണ് ഞാൻ ഈശോനെ തിരിച്ചറിഞ്ഞത്. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കി ഈശോ എന്നെ തൊട്ടു. എനിക്ക് ലൈഫിൽ അപ്പോഴാണ് എനിക്ക് വിശ്വാസമായത് ശരിക്കും ഈശോ എന്നൊരു നമ്മൾ കേട്ട് ഞാൻ ജനിച്ചപ്പോൾ മുതൽ കേൾക്കുന്ന വെറും ഒരു വാക്ക് മാത്രമല്ല, ശരിക്കും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന എൻ്റെ കൂടെ എൻ്റെ കരങ്ങൾ പിടിച്ച് നടക്കാനുള്ള ഒരു ഈശോയാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാനങ്ങനെ പിന്നെ എനിക്ക് അങ്ങനെ സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഓക്കെ എന്നെ ഇങ്ങനെ ചെയ്യാൻ ഈശോയ്ക്ക് സാധിക്കുമെങ്കിൽ ആ ഈശോയ്ക്ക് എന്നിൽ എത്രമാത്രം പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഞാൻ പിന്നീടുള്ള ആരാധനകളിൽ ഭയങ്കര ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ കുമ്പസാരത്തിനുള്ള ഒരുക്കവും അതുപോലെ കൗൺസിലിങ്ങൊക്കെ ആയിരുന്നു. ശരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ ജനിച്ചപ്പോൾ ഇന്നേ വരെയുള്ള എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് അതുപോലെ തന്നെ ആ കുമ്പസാരിക്കുന്ന സമയത്തായാലും ശരിക്കും എൻ്റെ പാപങ്ങൾ ഈശോ എത്രമാത്രം വേദനിപ്പിച്ചു എന്ന വലിയ മനസ്താപത്തോടെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റി. അന്നത്തെ ദിവസത്തെ ആന്തരിക സൗഖ്യ ആരാധനയിലൂടെ ശരിക്കും ഈശോ ദൈവം സ്നേഹമാണെന്ന് ഞാൻ ജനിച്ചപ്പോൾ മുതൽ കേൾക്കുന്ന ആ വാക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്കത് പ്രാവർത്തികമായി അനുഭവിക്കാൻ പറ്റി. ശരിക്കും ഈശോ ഒരു വ്യക്തിയായിട്ട് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് എന്തോരം സ്നേഹം നിറയാൻ പറ്റും. എൻ്റെ ഒരു വ്യക്തി എന്നെ ജനിച്ചിട്ട് ഇതേവരെ സ്നേഹിച്ചിട്ടില്ലാത്ത പോലെ രീതിയിൽ ഈശോ എന്നെ സ്നേഹിച്ചു. ഞാൻ എൻ്റെ സന്തോഷങ്ങൾ ആഗ്രഹിച്ച് നടക്കുന്നൊരു വ്യക്തിയാണ്. പലപ്പോഴും അങ്ങനെ ആയിരുന്നു. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരോട് ഞാൻ കൂടുതൽ അടുക്കുകയും അല്ലാത്തവരോട് ഞാൻ ഒട്ടും അടുക്കാത്ത രീതിയിൽ അകൽച്ച കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈശോ ഞാൻ ഇത്രയും നാളും പാപം ചെയ്ത് നടന്നിട്ടും ഈശോ എന്നെ എത്രമാത്രം ഇപ്പോഴും സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവ് എനിക്ക് ആ സമയങ്ങളിൽ കിട്ടി. ആരാധനയിലൂടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കാത്ത അത്രയും സ്നേഹം എൻ്റെ ഹൃദയങ്ങളിലേക്ക് നിറഞ്ഞു. ശരിക്കും എനിക്ക് ആ രോഗസൗഖ്യം എനിക്ക് ഈശോ തന്നത് ഞാൻ വിശ്വാസത്തിലായിട്ട് വളരാൻ വേണ്ടിയായിരുന്നു. പിന്നെ എനിക്ക് ഈശോനോടുള്ള അടുപ്പം കൂടി ഈശോയോട് കൂടുതൽ സ്നേഹത്തിൽ ആഴപ്പെടാൻ സാധിച്ചു. ഇപ്പോൾ ധ്യാനകേന്ദ്രത്തിൽ പ്രേക്ഷിത വേല ചെയ്തുകൊണ്ട് ഈശോയുടെ സ്നേഹം അതേ സ്നേഹം ഞാൻ വീണ്ടും അനുഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. Christ in youth. ക്രിസ്തു തൊട്ടറിഞ്ഞ ആളുകൾ അവനിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. അവർ വിശുദ്ധിയിൽ മുന്നേറിക്കൊണ്ടിരുന്നു. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുക ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾക്ക് വേണ്ടിയാണ്. വിശുദ്ധിക്ക് വേണ്ടി ഒരുപാട് ചലഞ്ചുകൾ അനുഭവിക്കുന്ന ഈ ലോകത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു സംഖ്യ ആളുകൾ നമ്മോടൊപ്പം വിശുദ്ധിയിൽ നിലകൊള്ളുന്നുണ്ട്. ഇപ്പോൾ അവരോട് ചേർന്നതുകൊണ്ട് നമ്മൾ ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധിയിൽ മുന്നേറുവാനായിട്ട്, അവർ വിശുദ്ധിയിൽ പൂർണ്ണരാക്കപ്പെടാനായിട്ട് അവരുടെ കഷ്ടപ്പാടുകളെ ദൈവം കണ്ടെത്തുന്നതിന് വേണ്ടി അവർക്കൊരു കൈത്താങ്ങ് കൊടുക്കുവാൻ ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്നേ നിമിഷം വരെ ലോകത്തെല്ലാമുള്ള എല്ലാ യുവജനങ്ങളും വിശുദ്ധിയിൽ വളർന്നു വരുവാനുള്ള ആഗ്രഹം അവരുടെ ഹൃദയങ്ങളിൽ ഉടലെടുക്കുവാനായിട്ട്, ആ വിശുദ്ധിയിലേക്ക് അവർ അടുപ്പിക്കപ്പെടുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധിയുടെ മേഖലകളിൽ തടസ്സം വരുന്ന എല്ലാ യുവജനങ്ങളെയും നമ്മൾ തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് പരസ്പരം കരങ്ങൾ കോർത്ത് പിടിച്ച് ഉയർത്താൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ഈ നിമിഷം നമ്മൾക്കറിയാവുന്ന എല്ലാ യുവജനങ്ങളെയും തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് കൊടുക്കാം. ഇതാ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ ചലഞ്ചുകളുണ്ട്. ഇന്ന് എല്ലാം കൈത്തണ്ടയിലാകുമ്പോൾ വിശുദ്ധി അവർക്ക് ഒരു വലിയ ചലഞ്ചായി നിൽക്കുന്നുണ്ട്. ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നത് അവൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആ വിശുദ്ധിയിൽ വളരാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെയും വിശുദ്ധിയിൽ തമ്പുരാനോടൊന്നായി ചേർക്കപ്പെടുവാനുള്ള കൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന സ്തുതി സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Christ in youth. കയ്യെത്താത്ത ദൂരത്താണോ വിശുദ്ധി? ഈ അടുത്തിടയിൽ ഒരു ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് വരെ വിശുദ്ധനായ ആളുണ്ട് നമുക്കിടയിൽ, കാർലോ അക്വിറ്റസ്. ചില യുവജനങ്ങൾ കാർലോ ചേട്ടൻ എന്നൊക്കെ വിളിച്ച് കേട്ടിട്ടുണ്ട്. നമ്മുടെ കയ്യെത്താത്ത ദൂരത്ത് അങ്ങ് മുകളിൽ എവിടെയോ നിന്ന് വിശുദ്ധിയെ ഇങ്ങ് താഴേക്ക് ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കും പ്രാപ്യമാണോ വിശുദ്ധി? കൂടുതൽ അറിയാം, സംശയങ്ങൾ ദൂരീകരിക്കാം. നമുക്ക്
ജോളി വടക്കനച്ഛനെ സ്വാഗതം ചെയ്യും. താങ്ക് യു അച്ഛാ, സന്തോഷം. സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ഫുൾ എനർജിയിൽ തന്നെയാണ്. പക്ഷേ അച്ഛൻ ചോദിച്ച ചോദ്യം അത് ഒരുപക്ഷെ വിശുദ്ധി നമുക്ക് പ്രാപ്യമാണോ? ഈ കാലഘട്ടത്തിൽ ഫോൺ പിടിച്ച ഒരു വിശുദ്ധനെക്കുറിച്ച് അല്ലെങ്കിൽ ഫോൺ കയ്യിലേന്തിയ ഒരു വിശുദ്ധൻ്റെ ചിത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അച്ഛൻ സംസാരിക്കുകയായിരുന്നു. വിശുദ്ധി അത് നമ്മുടെ ഇടയിലേക്ക് ഈ കാലഘട്ടത്തിലേക്ക് ഇറക്കി കൊണ്ടുവന്ന ഒരു വിശുദ്ധൻ എന്ന നിലയിൽ, ന്യൂജൻ വിശുദ്ധൻ എന്ന നിലയിൽ കാർലോ അക്വിറ്റസ് ഏറെ ശ്രദ്ധേയനാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗൗദേത്തെ എത്ത് എക്സുൾട്ടാത്തെ എന്ന് പറയുന്ന ഫ്രാൻസിസ് പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനത്തിൽ ഫ്രാൻസിസ് പാപ്പ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്, വിശുദ്ധിയെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്. വിശുദ്ധി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഒരുപോലെ പ്രാപ്യമായ ഒരു അവസ്ഥാവിശേഷമാണ്. അപ്പോൾ ക്രിസ്തു കാണിച്ചു തന്ന മാർഗത്തിലൂടെ സഞ്ചരിച്ച് പിതാവായ ദൈവത്തിലേക്ക് വിശുദ്ധിയിലൂടെ എത്തിച്ചേരുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. അതാണ് മദർ തെരേസ ഒരിക്കൽ പറയുകയുണ്ടായി, വിശുദ്ധി എന്ന് പറയുന്നത് ഏതാനും ചിലർക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെട്ടിട്ടുള്ളൊരു ജീവിതാവസ്ഥയല്ല, അത് ഓരോ ക്രൈസ്തവൻ്റെയും ദൗത്യമാണ്, കടമയാണ് വിശുദ്ധനോ വിശുദ്ധയോ ആയി തീരുക എന്നുള്ളത്. അത് വീണ്ടും ഫ്രാൻസിസ് പാപ്പ തൻ്റെ ഗൗദേത്തെ എക്സുൾട്ടാത്തയിൽ ലിയോൺ ബ്ലോയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് എന്താണ്? ഒരു വിശുദ്ധനോ വിശുദ്ധയോ ആയി തീരാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധി എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ പ്രാപ്യമാണ്. കൂദാശകളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കാണാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിന് മാമോദീസായെക്കുറിച്ച് കൂടി കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡിലൂടെ പരിശ്രമിക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരുന്ന ഒരുവനെക്കുറിച്ചുള്ള സൂചനകൾ നമ്മൾ കാണുന്നുണ്ട്. ഒരു സുദീർഘമായൊരു സംഭാഷണം ക്രിസ്തുവുമായി നടത്തുന്ന, രാത്രിയിൽ കടന്നു വരുന്ന ഒരു യഹൂദ പ്രമാണി. ആരാണ്? വെരി ഗുഡ്, നിക്കോദേമോസ് എന്ന് പറയുന്ന യഹൂദ പ്രമാണി യേശുവിൻ്റെ അടുക്കൽ രാത്രിയിൽ കടന്നു വന്ന് അവൻ ചോദിക്കുന്നത് എന്താണ്? അവൻ്റെ ചോദ്യം എന്തായിരുന്നു? ഗുരു, നീ ദൈവത്തിൽ നിന്ന് വന്ന ഒരുവനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, കാരണം ദൈവം കൂടെയില്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവർത്തികളൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോഴാണ് ക്രിസ്തു പറയുന്നത് എന്താണ്? നീ വീണ്ടും ജനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നിക്കോദേമോസിന് സംശയം വീണ്ടും ഒന്നും കൂടി ഉണ്ടായിരുന്നു. എന്താണ്? എങ്ങനെ ഇത്രയും പ്രായമായ ആൾ വീണ്ടും ജനിക്കുക? ക്രിസ്തു അവിടെ കൃത്യമായ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? ആത്മാവിലും സത്യത്തിലുമുള്ളൊരു ജനനത്തിലേക്ക്, ആത്മാവിലുള്ള ഒരു പുതിയ ജീവിതത്തിലേക്ക് അവനെ ക്ഷണിക്കുന്ന വളരെ സുദീർഘമായ ഒരു സംഭാഷണം അവിടെ കാണുന്നുണ്ട്. ആത്മാവിലുള്ള ജീവിതം എന്ന് പറയുമ്പോൾ ഈ ആത്മാവിലുള്ള ജീവിതത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നത് മാമോദീസ എന്ന് പറയുന്ന കൂദാശയിലൂടെയാണ്. നമുക്കറിയാം, പാപാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ 2 തരം പാപങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. എന്താണ്? ഉത്ഭവപാപവും കർമ്മപാപവും. ഉത്ഭവപാപവും കർമ്മപാപവും. മാമോദീസ എന്ന കൂദാശ ഉത്ഭവപാപം എന്താണ്? ആദ്യ മാതാപിതാക്കൾ ചെയ്ത പാപത്തിൻ്റെ പരിണത ഫലമായിട്ട് അനന്തര തലമുറകൾ അനുഭവിക്കുന്ന ആ ഒരു പാപാവസ്ഥയാണ് ഉത്ഭവപാപം എന്നുകൊണ്ട് ഉദ്ദേശിക്കുക, അല്ലേ? ആ ഉത്ഭവപാപത്തിൽ നിന്ന് നമ്മെ പരിപൂർണമായിട്ടും കഴുകി ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കി നമ്മെ മാറ്റുന്ന ആദ്യത്തെ കൂദാശ, പ്രാരംഭ കൂദാശകൾ എന്ന് പറയുന്ന 3 കൂദാശകളിൽ ആദ്യത്തെ കൂദാശയാണ് മാമോദീസ. മാമോദീസ എന്ന വാക്കിൻ്റെ അർത്ഥം മുക്കുക എന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? പുതിയ ജീവിതത്തിലേക്ക് കുഞ്ഞിനെ പ്രവേശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞിൻ്റെ തലയിൽ വൈദികൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമോദീസ മുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബാഹ്യമായ അടയാളത്തിലൂടെ ഈ കുഞ്ഞിനെ ദൈവത്തിൻ്റെ കുഞ്ഞായിട്ട് സ്വീകരിക്കുന്ന ഏറ്റവും സുന്ദരമായ കർമ്മമാണ് മാമോദീസ എന്ന് പറയുന്ന കൂദാശ. പ്രാരംഭ കൂദാശകളായിട്ടുള്ള 3 കൂദാശകളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണെന്നറിയാവോ? പ്രാരംഭ കൂദാശകൾ: മാമോദീസ, സ്ഥൈര്യലേപനം,
വിശുദ്ധ കുർബാന നമുക്കറിയാം. സീറോ മലബാർ റീത്തിൽ പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ച് ഈ 3 കൂദാശകളും ഒരുമിച്ചാണ് പരികർമ്മം ചെയ്യുന്നത്. ലത്തീൻ സഭയിലാണെങ്കിൽ മാമോദീസ നൽകുമ്പോൾ മാമോദീസ മാത്രമായിട്ടാണ് നൽകപ്പെടുന്നത്. എന്നാൽ സീറോ മലബാർ സഭയുടെ തനതായ പാരമ്പര്യത്തിൽ, പൗരസ്ത്യ പാരമ്പര്യത്തിൽ ഒരു കുഞ്ഞ് ക്രിസ്തീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഈ ത്രിയേക ദൈവത്തിൻ്റെ ഒരു അനുഭവം കുഞ്ഞിന് ലഭ്യമാകാൻ വേണ്ടിയിട്ട് 3 കൂദാശകളും ഒരുമിച്ച് പരികർമ്മം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. മാമോദീസായും സ്ഥൈര്യലേപനവും വിശുദ്ധ കുർബാനയും ഈ കുഞ്ഞിന് നൽകിക്കൊണ്ട് ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു കർമ്മം മാമോദീസായുടെ അവസരത്തിൽ നാം നടത്തുന്നുണ്ട്. നമുക്ക് കൂടുതലായിട്ട് ഈ പ്രാരംഭ കൂദാശകളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ തുടർന്ന് വരുന്ന എപ്പിസോഡുകളിലൂടെ നമുക്ക് പരിശ്രമിക്കാം. ഒരു കാര്യം മനസ്സിലാക്കുക, വിശുദ്ധിയുടെ ഒരു പ്രയാണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കൂദാശകൾ നമുക്ക് അതിനുള്ളൊരു വലിയ ഒരു സ്രോതസ്സാണ്. നമുക്ക് മാമോദീസ സ്വീകരിച്ച് നമുക്ക് വിശുദ്ധിയിലേക്കുള്ള ഒരു പ്രയാണം സാധ്യമാണ് എന്ന് സഭ പഠിപ്പിക്കുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്, മാമോദീസ സ്വീകരിച്ച നാം എല്ലാവരും തന്നെ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. മാമോദീസയെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Christ in Youth. ലെയോൺ ബ്ലനോയ് എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: അവസാനത്തെ വലിയ ദുരന്തം ഇതാണ്, ഞാൻ ഒരു വിശുദ്ധനല്ലാതായി എന്നുള്ളത്. നമ്മൾ ഇന്ന് വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾക്ക് വേണ്ടി വിശുദ്ധി വളരാൻ പ്രാർത്ഥിച്ചു. നമുക്കും ഈ ദുരന്തം അനുഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരാഴ്ചക്കാലം നമുക്കൊരു പരിശ്രമം നടത്താം, വിശുദ്ധിക്ക് വേണ്ടി മുന്നേറാനുള്ള പരിശ്രമം. ടിൽ ദെൻ, സൈനിങ് ഓഫ്, ക്രൈസ്റ്റ് ഇൻ യൂത്ത്.